നമ്മളിവിടെ ഇമേജസ് കാണിച്ചിരിക്കുന്ന charting.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നുള്ള ഫ്രീ ടൂളാണ്. പെയ്ഡ് ടൂൾസ് ധാരാളം മേടിക്കാൻ കിട്ടും. ആമി ബ്രോക്കർ ഉണ്ട്, പിന്നെ അതുപോലെ ഒത്തിരി ഇൻവെസ്റ്റർ ഉണ്ട്, ഒത്തിരി പെയ്ഡ് ടൂൾസ് ഉണ്ട്. കോസ്റ്റ്ലി ഉണ്ട്, ഞാൻ കോസ്റ്റ്ലി പറഞ്ഞുണ്ട്, 10,000 കിട്ടുന്നുണ്ട്, 15,000 കിട്ടുന്നുണ്ട്, ഏകദേശം 1 lakh കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ടൂൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഈ നാരോ റേഞ്ച് ബ്രേക്കൗട്ട് കണ്ടുപിടിക്കുന്നത്. നാരോ റേഞ്ച് ബ്രേക്കൗട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിന്റെ ബിസിനസ് നോക്കണം. അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കാണിച്ചത്. അതിന് ബിസിനസ് നോക്കണം. ബിസിനസ് നോക്കാൻ എളുപ്പമാണ്. ഗൂഗിൾ ന്യൂസ് എടുക്കുക. ഒത്തിരി എളുപ്പ വഴികൾ ഇന്നത്തെ യുഗത്തിൽ നമുക്ക് കിട്ടും. ഗൂഗിൾ ന്യൂസ് എടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ HDFC ബാങ്ക് ഫിനാൻഷ്യൽ റിസൾട്ട്സ് എന്ന് കൊടുത്തിട്ട് ന്യൂസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ന്യൂസ് ഗൂഗിളിന് എന്തൊക്കെ കൊണ്ടുതരാൻ പറ്റുമോ അതെല്ലാം നമുക്ക് അവിടെ കിട്ടും. നമുക്ക് ആവശ്യമുള്ളടുത്ത് വായിക്കാം. അതുപോലെ തന്നെ അതെ, മണി കൺട്രോൾ കിട്ടും. അങ്ങനെ നമുക്ക് ഗൂഗിൾ ന്യൂസ് ആണെങ്കിൽ എല്ലാം കിട്ടും. ബിസിനസ് സ്റ്റാൻഡേർഡ് കിട്ടും, ബിസിനസ് സ്റ്റാൻഡേർഡ് എല്ലാം നമുക്ക് ഒരൊറ്റ സെർച്ച് ലിങ്ക് കിട്ടും. ഗൂഗിൾ ന്യൂസ് ആണെങ്കിലേ കിട്ടത്തുള്ളൂ. ന്യൂസ് എടുക്കണം. സാധാരണ സെർച്ച് ആണെങ്കിൽ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് കിട്ടും. ന്യൂസ് എടുത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് നല്ലൊരു മെത്തേഡാണ്. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ കുറച്ച് കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്തു. 4-5 കമ്പനി നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി സെലക്ട് ചെയ്തു. കമ്പനി സെലക്ട് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞൊരു പോയിന്റ് ശരിക്കും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞത്. കാരണം ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ആനുവൽ റിപ്പോർട്ടിന്റെ കാര്യം ആരും സാധാരണ എനിക്ക് പറയുന്നത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിവേ ആനുവൽ റിപ്പോർട്ടിന്റെ കാര്യം സാധാരണ ആരും പറയാറില്ല. അതെന്താ വലിയ അപരാധമാണ് എന്നുള്ള രീതിയിലാണ് പൊതുവെയിരിക്കുന്നത്. ആനുവൽ റിപ്പോർട്ട് ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുവൽ റിപ്പോർട്ടാണ്. വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആനുവൽ റിപ്പോർട്ട് വായിക്കണമെന്നാണ് പറയുന്നത്. ഐ ലൈക്ക് ടു റീഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതാണ് വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിക്കണം, നമുക്കാകെ ഇഷ്ടമുള്ള ബ്ലിങ്ക് ചെയ്യുന്ന സംഭവമാണ്. ട്രേഡിംഗ് ടെർമിനൽ മുമ്പ് ചെയ്യണം, അത് ബ്ലിങ്ക് ചെയ്യണം. ശരി, നമുക്ക് ഇഷ്ടമാണ്. അത് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ആനുവൽ റിപ്പോർട്ട് വായിക്കും. പക്ഷെ ആനുവൽ റിപ്പോർട്ട് ഫ്രോഡ് ചെയ്യണം. അതിന് ഒത്തിരി ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒത്തിരി പ്രോസസ്സുണ്ട്. ഫ്രോഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ വരാൻ കൂടാണ്. ഇടയ്ക്കൊരു ഫിനാൻഷ്യൽ ടെക്നോളജി വന്നു. അങ്ങനെ വളരെ നമ്പേഴ്സ് ഉള്ളൂ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആനുവൽ റിപ്പോർട്ടിൽ അത് ചെയ്യണോ ചെയ്യും. അത് ഇപ്പോൾ വിജയം പറ്റി അല്ലേ ഗംഭീർ ചിലർ ചെയ്യും. അത് സൊസൈറ്റിയുടെ ഒരു സ്റ്റൈലാണ്, രീതിയാണ്. നമുക്കതിന് ആവശ്യമില്ല. നമ്മൾ നല്ല കമ്പനികൾ കണ്ടെത്തുക, അത് സ്ക്രീൻ ചെയ്യുക. അതിനൊക്കെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ സ്ക്രീൻ ചെയ്യുക. റിയൽ ബിസിനസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ മതി. ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ പീറ്റർ ലിഞ്ച് എന്ന് പറയുന്ന വേൾഡ് നമ്പർ 1 ഫണ്ട് മാനേജറാണ്. നെവർ ബീറ്റ്. അതായത് ആരും ബീറ്റ് ചെയ്തിട്ട് പീറ്റർ ലിഞ്ച് ആണ് വേൾഡിലെ നമ്പർ 1 ഫണ്ട് മാനേജർ. 28% CAGR ആണ്. 28% ഹിസ്റ്റോറിക്കലി 17 years 28% CAGR കൊടുത്ത ഫണ്ട് ഫിഡലിറ്റി മഗല്ലൻ ഫണ്ട് മാനേജ് ചെയ്ത ആളാണ് പീറ്റർ ലിഞ്ച്. പീറ്റർ ലിഞ്ച് വളരെ സിമ്പിൾ അപ്രോച്ച്, വലിയ കോംപ്ലിക്കേറ്റഡ് അപ്രോച്ച് ഉണ്ട്. അതിന്റെ പേരിലാണ് കോമൺ സെൻസ് അപ്രോച്ച്. നമ്മളെ വളരെ കേൾക്കായിട്ട് മുതിർന്നവരൊക്കെ കുട്ടികളോട് കോമൺ സെൻസ് ഉണ്ടാക്കേണ്ടത്. ഏതൊരു സിനിമയിൽ മോഹൻലാലിനോട് പറയും, പോയി വകലിന് പഠിച്ചിട്ട് വരാൻ പറയും. പഠിക്കത്തിന്റെ അത് പറയുന്നു, ജെറ്റ് പറയുന്നത് പോയി വകലിന് പഠിച്ചിട്ട് വരാൻ. അതാണ് കോമൺ സെൻസ്. കോമൺ സെൻസ് അപ്രോച്ച് ഏറ്റവും സിമ്പിൾ അപ്രോച്ചാണ്. ആദ്യം വേണ്ടത് കോമൺ സെൻസാണ്. അതായത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് എന്താണ്, അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, അത് ഏത് ലെവലിലാണ് വരുന്നത്, അതിന്റെ ഗ്രൗണ്ട് എന്താണ്, അത് മനസ്സിലാക്കും. അതിനാണ് കോമൺ സെൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ അജന്ത ഫാർമ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അരബിന്ദോ ഫാർമ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിക്കണം, ഇവിടെ ഏതെങ്കിലും മരുന്നിവിടെ വിൽപ്പന നടക്കുന്നുണ്ടോ. സൺഫാർമ വളരെയധികം പെട്ടെന്ന് ഗ്രോ ചെയ്ത് വലിയൊരു വെന്റിലേഷൻ കഴിഞ്ഞൊരു 10 years നടത്തി. കഴിഞ്ഞ 10 years അതിന്റെ സെയിൽസ് ഇപ്പൊ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വന്നു കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഒരു ലാസ്റ്റ് 10 years ഭയങ്കര വെന്റിലേഷൻ അതിലാണ്. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ചില ഫീൽഡുകളുണ്ട്. സൈക്കാട്രിക് മെഡിസിൻ അവരുടെ പുസ്തകം, സൈക്കാട്രിക് മെഡിസിൻ. അതുപോലെ ചില മെഡിസിൻസ് ഈ സൺഫാർമയുടേതായിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ലീഡ് ചെയ്തു വന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ
ഇപ്പൊ ചില കമ്പനികളുടെ പ്രോഡക്ട്സ് ഒത്തിരിയധികം വിറ്റ് പോകുന്നുണ്ട് അല്ലേ? ഒരു കമ്പനികൾ പറയാം നന്നായിട്ട് വിറ്റ് പോകുന്നു. കൺസ്യൂമർ പ്രോഡക്റ്റ് അത് നമ്മളിവിടെ കാണിച്ച അതിൽ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. കൺസ്യൂമർ പ്രോഡക്റ്റ് പുതിയതായിട്ടുള്ള സോപ്പും അങ്ങനെ പല പ്രോഡക്ട്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഓക്കെ അത് അവര് നല്ല രീതിയിൽ മാർക്കറ്റ് പെനട്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഇനി IPO പറഞ്ഞു. അപ്പൊ അതേപോലെ ഇങ്ങനെ പ്രോഡക്ട്സ് നോക്കാം. പ്രോഡക്ട്സ് കിട്ടണം. പ്രോഡക്ട്സ് കണ്ടാൽ പോരാ, വെറും നോക്കുന്നതൊക്കെ പ്രോഡക്ട്സ് കാണും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, നല്ലതായിരിക്കണം. നല്ലതാണെങ്കിൽ നാളെ അറിവ് വാങ്ങിക്കും. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുവിനോട് പറയുന്നത് മേടിക്കാൻ പറയും, നമ്മുടെ സുഹൃത്തിനോട് പറയും മേടിക്കാൻ. അങ്ങനെയാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് പൾസ് എന്ന് പറയുന്നത്. അതാണ് കോമൺ സെൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് കോമൺ സെൻസ്. ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട്. എല്ലാ ഫീൽഡിലും ഉണ്ട്. നമ്മളിത് ഇപ്പോൾ ഈ കൺസ്യൂമർ ഗുഡ്സ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. നമുക്കറിയാം ITC വളരെ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്ക്, നല്ല രീതിയിൽ കയറി വന്നിട്ടുള്ള സ്റ്റോക്കാണ്. ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പറഞ്ഞ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്. ഫിനാൻഷ്യൽ സർവീസിൽ ബജാജ് ഫിനാൻസ്, കൺസ്യൂമർ ലെൻഡിങ്ങിൽ അത് നമ്പർ 1 ആണ്. അതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒത്തിരി കമ്പനികളുണ്ട് ഇപ്പം കുറഞ്ഞെടുക്കുന്ന കമ്പനികൾ. ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് മേഖലയിലുള്ള ഹൗസിംഗ് ഫിനാൻസ് നോക്കണം. ഹൗസിംഗ് ഫിനാൻസ് ആണ് വെൽത്തിലേഷൻ ഭയങ്കര വലിയ വെൽത്തിലേഷനാണ് കഴിഞ്ഞിടയ്ക്ക് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാൻറ്റീൻ ഹോംസ്, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു ഡിവിഷൻ PNB ഹൗസിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗൃഹ ഫിനാൻസ് ഉണ്ട്, റെപ്കോ ഹോം ഫിനാൻസ് ഉണ്ട്. റെപ്കോ ഹോം ഫിനാൻസ് ഒക്കെ ഞാൻ 550 റെക്കമെൻഡ് ചെയ്തു. അത് ഏകദേശം ഇപ്പോൾ ഒരു ഡിമോണിറ്റൈസേഷന് ക്രാഷ് വന്ന സമയത്ത് എല്ലാവരും മാർക്കറ്റ് താഴെ പോകും. ഇത് ചാടിക്കോളാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു റെപ്കോ ഹോം ഫിനാൻസ് വാങ്ങിച്ചോളാം, അങ്ങനെ DCB ബാങ്ക് വാങ്ങിച്ചോളാം, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചോളാം. ഇങ്ങനെ കുറേ ഷെയറുകൾ നമ്മൾ വാങ്ങിപ്പിച്ചു. അങ്ങനെ കുറേ എണ്ണം വാങ്ങി. ഇപ്പൊ 550 വാങ്ങിച്ചു. ഇപ്പോൾ 900 അപ്പോൾ ശരിക്കും പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ് ആണ്. ക്രാഷ് കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് തുടരുത്. നമ്മൾ കുറച്ച് പൈസ അതിന് വേണ്ടി മാറ്റി വെക്കും. നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും. ക്രാഷ് വരുന്ന സമയത്ത് ന്യൂട്രലൈസ് ചെയ്യുക. കാരണം നാളെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. ഒരു ബുൾ മാർക്കറ്റിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് എനിക്ക് വെൽത്തിലേഷൻ നടക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രാഷ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ദൈവമായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കരിഞ്ഞ് മുമ്പിൽ കൊണ്ട് തരിക. അത് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ ബുൾ മാർക്കറ്റിലാണെങ്കിൽ ബുള്ളിഷായിട്ട് നിൽക്കുന്ന സ്റ്റോക്കിന് മാത്രം നോക്കാതെ കമ്പാരിറ്റീവ്ലി കുറച്ച് വാല്യുവേഷൻ ഒക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില മേഖലകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫാർമ സെക്ടർ കുറച്ച് ഓവർ വാല്യൂഡ് ആയിരുന്നു. അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫാർമ ഇൻഡെക്സ് ഒക്കെ 20% കറക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. അതിലേറെ ചില സ്റ്റോക്കുകളിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫാർമ സെക്ടർ, റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഇപ്പോഴും അണ്ടർ വാല്യൂഡാണ്. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഇപ്പോഴും അണ്ടർ വാല്യൂഡാണ്. എന്നാൽ ഓട്ടോമൊബൈൽസ് ഒക്കെ കുറച്ച് ഓവർ വാല്യൂഡായിട്ട് നിൽക്കുന്നു. ഓവർ വാല്യൂഡ് എന്ന് വെച്ചാൽ ഇനി കേരളത്തിലൊന്നല്ല, 6 മന്തിലോ 1 ഇയർ ഉള്ളിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കറക്ഷൻ സാധ്യതയാണ്. ആ കറക്ഷൻ ചിലപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും, ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും. നമ്മുടെ കയ്യിലുള്ള കാര്യമായിരുന്നു. ബോർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾക്കാർ നാളെ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ കിട്ടുമ്പോൾ താഴേക്ക് വരും. അത് വിൽക്കുന്നതൊന്ന് നീട്ടി വെക്കുകയാണെങ്കിൽ ആക്റ്റീവാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ആക്റ്റീവാണ്. കാരണം ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്സിന്റെ കയ്യിൽ വളരെയധികം ഫണ്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിന്റെ വളരെയധികം ഫണ്ട്, SIP ഒക്കെ വളരെ വലിയ ഫണ്ടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം പല മ്യൂച്വൽ ഫണ്ടിന്റെ അസറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ 50,000 കോടി ലക്ഷം കോടിയൊക്കെ 50% കോടിയൊക്കെയാണ് അവർ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. വളരെ വലിയ AUM 1 ലക്ഷം കോടി പോലെ ഉണ്ട്. 5 കമ്പനികളോടൊക്കെ ഓടുന്നു. ബാക്കിയുള്ള ആണെങ്കിൽ 50,000 കോടി 50,000 കോടി ആ ഒരു റേഞ്ചിൽ അവർ മാനേജ് ചെയ്യും. അപ്പൊ ചെറിയ ഫണ്ടല്ല കിടക്കും, വലിയൊരു ഫണ്ട് ഇവർക്കുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ കൂട്ടായിട്ട് സെല്ലിങ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കേണ്ടത് വേണം. അതുകൊണ്ടാണ് ഈ ഓവർ വാല്യൂഡ് സെക്ടറിലൊക്കെ പ്രോഫിറ്റ് വരും ഒന്ന് അലൊക്കേഷൻ കുറയ്ക്കും. എന്നിട്ട് അത് കറക്ഷൻ കഴിയുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ റീ എൻട്രി ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് എടുക്കാം. 100 ഷെയർ ഉണ്ടെങ്കിൽ ഒരു 50 വിറ്റ് നിൽക്കാം. കറക്ഷൻ കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ആകുമ്പോൾ താഴെ നിന്ന് വാങ്ങിക്കും. 25% ഡിസ്കൗണ്ട് ആകുമ്പോൾ സെയിം സ്റ്റോക്ക് നമുക്ക് താഴെ നിന്ന് വാങ്ങിക്കും. ഫണ്ട് കുറച്ചാണ് വെറുതെ കീപ്പ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കീപ്പ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് കറക്ഷനിൽ പറ്റുള്ളൂ. ചില ആളുകൾക്ക് സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് സംഭവിക്കുന്ന പ്രശ്നം പറയും. അതായത് നിങ്ങൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടിയാണ് പറയുന്നത്. 1-2 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു സ്റ്റോക്കിൽ 10 ലക്ഷം രൂപ വാങ്ങി കുറേയധികം പോർട്ട്ഫോളിയോ അങ്ങോട്ട് കിട്ടും.
10 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 25 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സ്റ്റോക്കിലേ ഉള്ളൂ, അല്ല 2 സ്റ്റോക്ക്, അവർക്കത് മതി. വേറെ ചില ആളുകളുടെ പോളിസിയുണ്ട് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ 100 സ്റ്റോക്ക്. ഇത് ആര് അനലൈസ് ചെയ്യും, ആര് മോണിറ്റർ ചെയ്യും, ആര് റിവ്യൂ ചെയ്യും? 100 സ്റ്റോക്ക് ഉള്ള പോർട്ട്ഫോളിയോ ഞാൻ കണ്ടിട്ടുണ്ട്. 100 സ്റ്റോക്ക് ഇത് അങ്ങനെ ഹരമുള്ളവരുണ്ട്. പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനോ കറക്റ്റായിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ പറ്റത്തില്ല. ഇതെങ്ങനെ നോക്കും? അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10 ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 സ്റ്റോക്ക് ആയിരിക്കും. 1 ലക്ഷം രൂപയ്ക്ക് 10 സ്റ്റോക്ക്, അല്ലെ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5-6 സ്റ്റോക്ക് മതി. അല്ല 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ തുടക്കമാണെന്ന് വെച്ചു 5 സ്റ്റോക്ക് ഉള്ളൂ, 20,000 രൂപ വെച്ച്, അല്ലെ 4 ഉള്ളൂ, പക്ഷെ ഒരെണ്ണം എടുക്കും. കാരണം കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. എപ്പോഴും നമുക്കൊരു പോർട്ട്ഫോളിയോ വേണം. ചിലപ്പോൾ 4 സ്റ്റോക്ക് ആയിരിക്കും, ചിലപ്പോൾ 5 സ്റ്റോക്ക് ആയിരിക്കും, പക്ഷെ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് വേണം. അങ്ങനെയുള്ളൊരു പോർട്ട്ഫോളിയോ മാത്രമേ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരും, നിങ്ങൾക്ക് സുസ്ഥിരത തരത്തുള്ളൂ, ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തരത്തുള്ളൂ, റിസ്ക് കുറയ്ക്കത്തുള്ളൂ. മിനിമൈസിങ് റിസ്ക് എന്ന് പറയും, റിസ്ക് കുറയ്ക്കത്തുള്ളൂ. അപ്പോൾ അതുകൂടി വേണം. വെൽത്ത് ക്രിയേഷനോടൊപ്പം തന്നെ റിസ്ക് പ്രൊട്ടക്ഷൻ വേണം, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ വേണം. അങ്ങനെ ചെയ്യാൻ പറ്റും. വെൽത്ത് ക്രിയേഷനൊപ്പം തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മറ്റേ സേട്ടൻ ലെവൽ പൂർണ്ണമായിട്ടും പറ്റില്ല. സേട്ടൻ ലെവൽ വരെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. ടൂ മച്ച് ഡൈവേഴ്സിഫിക്കേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് മോണിറ്റർ ചെയ്യാനും റിവ്യൂ ചെയ്യാനും പറ്റില്ല. പക്ഷെ ആവശ്യത്തിനുള്ള ഒരു കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണെങ്കിലും 5 ലാഖിന് ഒരു 5 സ്റ്റോക്ക് അല്ലെങ്കിൽ 6 സ്റ്റോക്ക്, അത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക്, എപ്പോഴും ഇന്ന് നാളെ കിട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. എനിക്ക് കുറച്ച് നിങ്ങൾ വാങ്ങിയിട്ട് കുറച്ച് നമുക്ക് എടുക്കാം, കുറച്ച് വെൽത്ത് ക്രിയേഷൻ എടുക്കാം. പക്ഷെ ഒരു സ്റ്റോക്കിലൊരു 10% മാക്സിമം ഇട്ടാൽ മതി. കുറച്ചുകൂടെ വലിയ പോർട്ട്ഫോളിയോ ചെയ്യുന്ന ആളാണെങ്കിൽ 10 ലക്ഷം രൂപ 20 സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റും. ആ കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ സെഷന് ഇവിടെ സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്നുള്ള രീതിയിൽ, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെൽത്ത് ക്രിയേഷൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് നാരോ റേഞ്ച് ബ്രേക്ക്ഔട്ട്, മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട്, ക്രിയേറ്റിംഗ് ന്യൂ ഹൈ, ബ്രേക്കിംഗ് ദ ഹൈ, ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ആ കമ്പനി ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് വായിച്ച് ആനുവൽ റിപ്പോർട്ടിൽ മാനേജ്മെന്റ് ഡിസ്കഷൻ ആണ് അനാലിസിസ് പറഞ്ഞത്. മാനേജ്മെന്റ് ഡിസ്കഷൻ ആണ് അനാലിസിസ്. അത് വായിക്കും കൂടുതൽ ആൾക്കാർക്ക് അത് വേണം. മാനേജ്മെന്റ് എന്താണ് ആ കമ്പനിയെ പറ്റി പറയുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? ഏറ്റവും വലിയ എക്സ്പെർട്ട് ആയ മാനേജ്മെന്റ് ഒരു ബിസിനസ് അനലിസ്റ്റുകൾക്ക് മാത്രം വേണം. കാരണം മാനേജ്മെന്റിന് അറിയാം അവന്റെ ബിസിനസ് എവിടെ എത്തിക്കണമെന്ന് അവനറിയാം. കൊച്ചൗസർ ചിറ്റിലപ്പള്ളിക്ക് അറിയാം ബീഗാർഡ് എവിടെ പോകുന്നു, നമുക്കറിയില്ല. കൊച്ചൗസർ ചിറ്റിലപ്പള്ളി എവിടെയാണ് തുടങ്ങിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതൊരു സ്കൂട്ടർ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റെബിലൈസറുമായിട്ട് 2 ജീവനക്കാരുമായിട്ട് അത് ഈ എറണാകുളം ഒക്കെ നടന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 വർഷം മുമ്പ്. അവിടെ നിന്നാണ് ഇന്ന് 5000 കോടിയിൽ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള അറിയിട്ടായിരുന്നു. പക്ഷെ അത്രയും അവരുടെ നെറ്റ്വർത്ത് ഉണ്ട്, അത്രയും നെറ്റ്വർത്തുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇക്വിറ്റിയുടെ പൊസിഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇങ്ങനെയുള്ള ചില കമ്പനികളുണ്ട്, ഇങ്ങനെയുള്ള ചില സ്റ്റോക്കുകളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന്റെ ഫ്യൂച്ചർ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആണ് കൊച്ചൗസർ ചിറ്റിലപ്പള്ളി അത് ബിൽഡ് ചെയ്തത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതെവിടെ എത്തും. നമുക്കറിയില്ല, പക്ഷെ അന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ ഉറപ്പ് പറയാം, അന്നും അദ്ദേഹത്തിന് അറിയാം ഇത് എവിടെ എത്തും എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് എന്റർപ്രണർക്ക് അറിയാം, അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന് അറിയാം, ടോപ്പ് മാനേജ്മെന്റിന് അറിയാം. 10 കൊല്ലം കഴിയുമ്പോൾ ഈ ബിസിനസ് എവിടെ എത്തുമെന്ന് അതിന്റെ ടോപ്പ് മാനേജ്മെന്റിന് അറിയാം. അതാണ് എന്റർപ്രണർ. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് വായിക്കണം. തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. നിങ്ങൾ അതല്ലാതെ 1 രൂപ മുടക്കി, ഞാൻ പറയുന്നത് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ റെക്കമെൻഡേഷൻ സർവീസ് കൊടുക്കുന്ന ആളാണ്, റിസർച്ച് സർവീസ് കൊടുക്കുന്നത്. പക്ഷേ ടോണി ജോസഫ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അതിന് നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കോമൺ സെൻസ് ഉണ്ട്. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾ അതിന്റെ മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് വായിക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുക.
കൊള്ളാമെങ്കിൽ മാത്രം എടുത്താൽ മതി. 10 സ്റ്റോക്ക് പറഞ്ഞു, ഇത് നോക്കിയിട്ട് 5 എണ്ണം നോക്കിയിട്ട് കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. കൊള്ളത്തില്ലെന്ന് നോക്കിയിട്ട് ദൂരെ കളിയും, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഉള്ള ഒരു വിവേചന ശേഷി, അങ്ങനെയുള്ളൊരു കഴിവ് അതായത് അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് റിട്ടേൺ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അത് ഗുജറാത്തി സ്ട്രാറ്റജിക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇത് വർക്കൗട്ട് ആകും. കാരണം ഇന്ത്യൻ മാർക്കറ്റാണ്. ഇന്റർനാഷണൽ സ്ട്രാറ്റജി ഉണ്ടോ നിങ്ങളുടെ നോക്കിയാൽ നടക്കത്തില്ല. ഓരോ രാജ്യത്തിന് അതിൻ്റെതായ സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ അമേരിക്കൻ സ്ട്രാറ്റജി നോക്കിയിട്ട് അമേരിക്കയിലുള്ള മൂവിംഗ് ആവറേജ് മാത്രം നോക്കി എവിടെ നടക്കും. അമേരിക്കയിലുള്ള സ്റ്റോക്കാസ്റ്റിക്സ് മാത്രം നോക്കിയാൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ നോക്കി എവിടെ നടക്കും. പാരബോളിക് എസ്ആർ നോക്കി, ബോളിഞ്ചർ ബാൻഡ് നോക്കി നടക്കത്തില്ല. ഇവിടെ ഇവിടുത്തേതായ സ്ട്രാറ്റജികളുണ്ട്. ചാർട്ട് ഡ്രോയിങ് പാറ്റേൺസ് ഉണ്ട്, ചാർട്ട് പാറ്റേൺസ് ഉണ്ട്, ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ് ഉണ്ട്, ഡൊമസ്റ്റിക് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിലേ ഇവിടെ നടക്കത്തുള്ളൂ. ബോളിവുഡിൽ വന്ന് ആർണോൾഡ് ഷ്വാർസ്നെഗർ വന്ന് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും. ഇവിടെ വന്ന് ഷാറുഖ് ഖാൻ എന്തെങ്കിലും വിജയിക്കും? വിജയിക്കുന്നുണ്ടോ? ഇപ്പൊ മോഹൻലാൽ വീശ വെച്ചിട്ട് പുലിപുലിയനായിട്ട് ഓടുന്ന സ്ഥാനത്ത് ഷാറുഖ് ഖാൻ വന്ന് ഇവിടെ അഭിനയിച്ചാൽ വിജയിക്കുമോ? കേരളത്തിൽ വിജയിക്കും? വിജയിക്കത്തില്ല. ആ പണം ഒരു മനുഷ്യനും കാണത്തില്ല. അതാണ് ഡൊമസ്റ്റിക് സ്ട്രാറ്റജി. അത് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. നമ്മുടെ ലോക്കലായിട്ടുള്ള സ്ട്രാറ്റജി, നമ്മുടെ പ്രത്യേകതകൾ, നമ്മുടെ മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ബുക്സ് കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വെബ്സൈറ്റുകൾ ധാരാളമുണ്ട്. ഈ ബുക്സ് കിട്ടും, നമുക്ക് വായിക്കണം. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വ്യക്തിവിവേചനം സാധിക്കും. ഇന്ന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു തീരുമാനം, ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ സാധിച്ചാൽ ഞാൻ അതിലൊരു ഭാഗം മാത്രമാണ്. എനിക്ക് പറയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയ കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. പക്ഷെ അത് നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലാണ്. നെക്സ്റ്റ് 10 ഇയർ, നെക്സ്റ്റ് 15 ഇയർ വലിയൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതിനേക്കാളും. ഞാനിപ്പോൾ വീഗാർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ എത്രയോ കമ്പനികൾ ഇനി വളർന്നു വരാൻ കിടക്കുന്നു. എത്രയോ കൊച്ചു കൊച്ചു കമ്പനികൾ വലിയ വലിയ കമ്പനികളായിട്ട് മാറും. എത്ര ഇടത്തരം കമ്പനികൾ വൻ കമ്പനികളായിട്ട് മൾട്ടിനാഷണൽസ് ആയിട്ട് മാറും. അല്ലേ? അങ്ങനെ പറ്റില്ല. അപ്പൊ ആ രീതി ഇൻഡസിൻഡ് ബാങ്കിന്റെ സ്റ്റോക്ക് വാല്യൂ 2000 എടുത്തായി. 50 രൂപയുള്ളായിരുന്നു. 50 രൂപയുള്ളായിരുന്നു. 50 2000 എത്ര മടങ്ങ്? 46. അപ്പൊ അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഇതുണ്ട്. നമ്മളത് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കതിൽ പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ കുറച്ച് ഒന്ന് മൂവ് ചെയ്ത് ഓടണം. ചെറിയ രീതിയിൽ മതി. ചിലപ്പോൾ നമ്മൾ 10,000 ആയിരിക്കും ആദ്യം അത് കുറച്ച് ചെയ്യുന്നത്, അല്ലെ 20,000 ആയിരിക്കും, അല്ലെ 1 lakh പക്ഷെ അത് മൂവ് ചെയ്ത് നിങ്ങൾക്ക് അതിന് റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളൊരു 1 lakh കൂടി ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വലിയൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നലെ ഒന്ന് പറയുകയല്ല. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഫുള്ളി റിസർച്ച് ചെയ്ത് എല്ലാ ദിവസവും 1 or 2 hours മിനിമം 1 hour ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നു. എനിക്ക് റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് ഇപ്പൊ സെബിയിൽ നിന്ന് കിട്ടിയിട്ട് ഇപ്പൊ ശരിക്കും 1 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് റീസെന്റ് ആയിട്ട് കിട്ടി. പക്ഷെ ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇതിന്റെ പുറകിലിരുന്ന് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ബേസിക് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. വളരെ ബേസിക് സ്റ്റെപ്പ് ഞാൻ ഡീലായിട്ട് കിട്ടുന്നു. എനിക്ക് അതിനേക്കാൾ നല്ല ഒത്തിരി ജോലികൾ എബ്രോഡൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കസിൻസും ഒക്കെ എബ്രോഡാണ്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അന്ന് ഈ ഫീൽഡിൽ വന്ന് ഞാൻ ഡീലറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കംപ്ലീറ്റ് പെയിൻസും സഫറിങ്സും സ്ട്രഗിൾസും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഓരോ ലൂപ്പ് ഹോൾസും ഓരോ ടെക്നിക്സും മനസ്സിലാക്കിയത്. അതിന് ഇത്രയധികം വർഷങ്ങളുണ്ട്. ആ വർഷങ്ങൾ എടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരക്ഷയക്കരി നിങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷെ അത് വ്യക്തമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ അക്ഷയക്കരി വിപ്രോയുടെയൊക്കെ സ്റ്റോറി ഞാൻ പറഞ്ഞു വേണ്ട, അത്രയും വേണ്ട, അതിന്റെ ഒരു 20 കിട്ടിയാൽ മതി. അത് തന്നെ വളരെ വലിയ ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിലുണ്ട്. ഇന്ന് ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാ ആൾക്കാരോടും ഞാൻ വളരെ ഹൃദയപൂർവ്വം എൻ്റെ നന്ദി അറിയിക്കുകയാണ്.